ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു ലൈവ് സെഷൻ നടത്തിയതിൻ്റെ റെക്കോർഡ് സെഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണം കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സെഷന് റെഡി അല്ലേ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്, എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റിയാക്ഷൻ ഇടുക. എല്ലാവരുടെയും മൈക്ക് ഞാനൊന്ന് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ വോയിസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ ഞാൻ ലാസ്റ്റ് ആവുന്ന സമയത്ത് മൈക്ക് ഓപ്പൺ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാം. പിന്നെ എനിക്ക് ആരും കാണാനില്ല, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഓൺ ആക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിരിക്കുക. ബിക്കോസ് ഇതിപ്പോ ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങൾ ആരും കാണുന്നില്ല. സോ നമ്മൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ മറിയ ഓക്കെ, താങ്ക് യു സോ മച്ച്. സുമൻ ചേച്ചി താങ്ക് യു. ഓക്കെ, ഓരോരുത്തർ മൈക്കൊക്കെ ഓൺ ആക്കിയിട്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് വരിക. മൈക്ക് ഓൺ ആക്കാനുള്ള അവസരം തരാം. നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിച്ച് ക്ലിയർ ആക്കാനുള്ള അവസരം തരാം കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ എന്നെ അറിയുന്ന കുറെ പേരുണ്ട്, അറിയാത്ത കുറച്ച് പേര് കാണുന്നുണ്ട്. ഞാനപ്പോ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനില എന്നാണ്, പ്ലേസ് പാലക്കാടാണ്. ഞാനൊരു മൈൻഡ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബൈ പ്രൊഫഷൻ ഒരു ടീച്ചറാണ്, ബൈ പാഷൻ ആണ് മൈൻഡ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ഹാപ്പി ഹാർട്ട്സ് ബൈ അനില സുരേഷ് എന്നും പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് മെഡിറ്റേഷൻസ് അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. 2024 എന്താണോ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും അട്ടർലി ചേഞ്ച് ആയിട്ട് 2024 എന്നല്ല, മാനിഫെസ്റ്റേഷന്റെ പവർ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് 2020-21 കാലഘട്ടങ്ങളിലാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളിലൂടെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, ഒരുപാട് വലിയ 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 ആളുകൾ, സയന്റിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്. ആരാണെങ്കിലും അവരുടെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അവർ സക്സസിലേക്ക് എത്താനും നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഇപ്പൊ നമ്മൾ പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ എത്താത്തതിനും കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരുന്നു. ആ ഒരു സെഷനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം, അന്ന് കുറെ പേര് കോഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ സെഷനിൽ വന്ന എല്ലാവർക്കും അറിയാം നമുക്ക് 2 തരം മൈൻഡ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്, നമുക്ക് എല്ലാവർക്കും 2 തരം മൈൻഡ് ഉണ്ട്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇവിടെ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും. കുറച്ച് പേർക്ക് എന്റെ മനസ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് 2 ടൈപ്സ് ഓഫ് മൈൻഡ്സ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡില് നമുക്ക് 95% കാര്യങ്ങൾ നടക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്നാണ് സയന്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളെല്ലാരും ബോധ മനസ്സിലാണ് അല്ലെ? എല്ലാരും ബോധ മനസ്സിലല്ലേ? ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്തേ. നമ്മളെല്ലാരും ബോധപൂർവം ആരൊക്കെയോ ഒരു ലിങ്ക് ഒക്കെ അയച്ചു തന്നു. ആ ലിങ്ക് വഴി നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തു. ഈ ഒരു എന്താ പറയാ, ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ 2026 എന്നുള്ള ആ ഒരു വർഷം എങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് വന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ എല്ലാവരും കോൺഷ്യസ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ പെൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നെറ്റ് ഒക്കെ ഓൺ ചെയ്ത് മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ള കാരണം എന്താണ്? കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴാവാം, അല്ലെങ്കിൽ നാളുകളിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഒരു വേർഡ്സോ ഒരു കാര്യങ്ങളോ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 1+1 = 2, അല്ലെങ്കിൽ കോസ് തീറ്റ സൈൻ തീറ്റ, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിലുള്ള ഒരുപാട് തരം മണ്ണുകൾ, പർവ്വതങ്ങൾ, ആകാശം, ഭൂമി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ലൈഫ് എങ്ങനെ സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരാൻ, ഈവൻ എന്നെ പോലും പഠിപ്പിച്ചു തരാനൊന്നും ആരും ഉണ്ടായിരുന്നോ? നമുക്ക് എന്താണ് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളെ എങ്ങനെ അലൈൻ ചെയ്ത് പോയാലാണ് നമ്മുടെ ലൈഫ് സക്സസ് ആവുക എന്നുള്ളതൊന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടി ചില ജീവിത സാഹചര്യങ്ങൾ കാരണം ഓരോരുത്തരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും കറക്റ്റ് വേയിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ എവിടേക്കോ കുടുങ്ങി കിടക്കുന്നത് അല്ലേ? ശരിയല്ലേ? ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, കുറെ പേരുടെ തംസപ്പ് ഒക്കെ ഉണ്ട്. യെസ്, അതെ, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എന്താണ് മൈൻഡ്, എന്താണ് ലൈഫ്, എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഒരു പെർസെന്റേജ് എങ്കിലും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഒരു ബോധം ഉണ്ടായിട്ടുള്ളത് ഓരോരോ കോഴ്സുകൾ എടുത്ത് പഠിച്ചു വന്നുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആസ് എ മൈൻഡ് കോച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നും ആ മാനിഫെസ്റ്റേഷന്റെ പവർ എന്താന്നുള്ളതും.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും 2026 എന്നുള്ള വർഷത്തില് 2026 ആവാൻ ഇന്ന് 15-ാം തീയതി ആണല്ലേ? ഇന്ന് 15 യെസ്, ഇന്ന് 15-ാം തീയതി ആണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ടൈമാണ്. ഇപ്പൊ നമ്മുടെ ടൈം എത്രയാണ്? 8:09 എന്നുള്ളൊരു ടൈമില് 2025 ഡിസംബർ 15-ാം തീയതിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലെ? സോ ഈ ഒരു വർഷം കഴിഞ്ഞു പോയി, അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ കാലുവെക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു തെറ്റുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഓക്കെ, നമ്മുടെ ലൈഫില് മാറ്റങ്ങൾ സംഭവിക്കാൻ, മാറ്റം വരണം എന്നുള്ള വിശ്വാസവും ആഗ്രഹവും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചെറിയ കാര്യമുണ്ട്. എന്താണെന്നറിയോ? മടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പിന്നിക്ക് വിളിക്കും. നാളെ ആവട്ടെ, പിന്നെ ആവാം. ഓക്കെ, 2026 തുടങ്ങല്ലേ? അപ്പൊ ജനുവരി 1-ാം തീയതി മുതൽ നന്നാവണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് തംസപ്പ് ചെയ്തേ. ഓക്കെ, സോനു, ഓക്കെ, അമൃത, ചേച്ചി. ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ നന്നാവും അല്ലെ? അപ്പൊ നിങ്ങൾ ആ ഒരു വിചാരം, ആ ഒരു തീരുമാനത്തെ ജസ്റ്റ് ഒന്ന് മാറ്റുക. ജനുവരി 1-ാം തീയതി അല്ല, നിങ്ങൾ ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ 2026 വർഷത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണം, സക്സസ് ആവണം, എല്ലാം വേണം. അതിനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് എടുത്തു വെക്കണം. എല്ലാ ഇയറും വിചാരിക്കുന്നുണ്ടല്ലേ റിസ്വ? ഓക്കെ, എല്ലാ ഇയറും വിശ്വസിക്കുന്നുണ്ട്. അപ്പോ നമ്മളുടെ ആ ഒരു വിശ്വാസം, അതും വേറൊരു കാര്യം കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പണ്ടൊക്കെ ഞാനും ഇങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കും. ഇന്ന കാര്യങ്ങൾ ഓരോരോ മാസങ്ങളിൽ നേടിയെടുക്കണം, സക്സസ് ആവണം എന്ന് പറഞ്ഞിട്ട്. ചിലതൊക്കെ നടക്കലുണ്ടായിരുന്നു, ചിലതൊന്നും നടക്കലുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള ആക്ഷൻസ് ഞാൻ ചെയ്തിട്ടില്ല, അതിനുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞു പോയ 2 വർഷങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഈ ക്ലാസ് എടുക്കുന്നത് പോലും ഞാൻ പണ്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ വരുന്ന നമ്മൾ ഓരോ മനുഷ്യനും ഓരോ സ്കിൽസ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളും എന്റെ ആഗ്രഹങ്ങളും വേറെ വേറെ ആയിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? എല്ലാവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇല്ലേ? ഉള്ള ആളുകളല്ലേ? യെസ്, ഓക്കെ. എനിക്ക് സുമ ചേച്ചിനെ മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ആക്കണേ. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിന്റെ ഒരു സീരിയസ്നെസ്. എന്താണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ. എന്താണ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ അറിവില്? ഓക്കെ, റിസ്വ കേട്ടിട്ടുണ്ട്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്ക് ഞാൻ ഓണാക്കുന്നില്ല കേട്ടോ, എല്ലാവരുടെയും കൂടെ ബഹളം വേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, ടൈപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം കേട്ടോ മെസ്സേജ് ബോക്സ്. അല്ല, ഞാൻ മൈക്കൊന്ന് ഓൺ ആക്കണോ? മൈക്ക് ഓൺ ആക്കി ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ സെഷൻ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാം. ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടൈം അവിടെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി എനിക്ക് നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് അറിയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് മൈക്ക് ഒന്ന് ഓൺ ആക്കേ. മിനിറ്റ് അല്ല, 2 സെക്കൻഡ് കേട്ടോ. ഓക്കെ, നമ്മുടെ മൈക്ക് ഞാൻ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും 1-2 പേർക്ക് മൈക്ക് ഓപ്പൺ അല്ലേ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. ഹലോ, കേൾക്കാമോ? ഓക്കെ റിസ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്താണ് മാനിഫെസ്റ്റേഷൻ? നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ആഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്യുക, അത് നമ്മൾ കിട്ടിയതായിട്ട് എപ്പോഴും സങ്കല്പിക്കുക, പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ കേട്ടോ. കറക്റ്റ് ആണ്, അടിപൊളി, താങ്ക് യു സോ മച്ച്. അപ്പൊ മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കും ഇപ്പൊ നമ്മുടെ റിസ്വ പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ മൈക്ക് ഒന്ന് ഓഫ് ആക്കുന്നുണ്ടേ. ഓക്കെ,
നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ആഗ്രഹങ്ങളായിരിക്കാം. നമ്മുടെ എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. എനിക്ക് ലൈഫിൽ ഇങ്ങനെ സക്സസ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങണം, ഇഷ്ടപ്പെട്ട മൂവിക്ക് പോകണം, ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമായിരിക്കും. എനിക്ക് വലിയ വീട് വേണം, കാറ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് പല 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 കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ മാനിഫെസ്റ്റേഷന്റെ പവറിനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് മുതലേ നമ്മളുടെ ഇപ്പോ നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുപയോഗിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ വിളക്കൊക്കെ വെച്ച് നാമം ജപിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന സമയത്തോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് വാക്ക്, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പറയും നമ്മുടെ അടുത്ത്, അങ്ങനെ പറയരുത്, ഇത് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ സംഭവിക്കും, അതൊന്നും പറയാൻ പാടില്ല കേട്ടോ, അതുപോലെ ആവും എന്നൊക്കെ പറയും നമ്മുടെ അടുത്ത്. സോ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് അവർ സയന്റിഫിക്കലി സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ സയന്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ ഒന്നും പറയുന്നതല്ല, അവരുടെ ജീവിതത്തിൽ നിന്നും കിട്ടിയ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. ഞാനും ഇന്നിവിടെ സെഷൻ എടുക്കാൻ വന്നിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും. ഇപ്പൊ സയന്റിഫിക്കലി എനിക്കറിയും, ഞാൻ പഠിച്ച ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകളും ഉണ്ട്, എന്റെ ജീവിതത്തിൽ അതൊക്കെ അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ മാനിഫെസ്റ്റേഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം, എന്തൊരു കാര്യമാണെങ്കിലും അത് തീവ്രമായി ആഗ്രഹിക്കുക. ആ ആഗ്രഹിക്കുന്ന കാര്യം നടന്നതായി സങ്കല്പിക്കുക. ഓക്കെ, ഒരു കാര്യം, ഇപ്പൊ എന്ത് കാര്യം ആയിക്കോട്ടെ, അത് നമ്മൾ വിചാരിക്കുക, യെസ്, അത് എനിക്ക് നടന്നു കഴിഞ്ഞു, എനിക്കത് സംഭവിച്ചു കഴിഞ്ഞു, എന്റെ ലൈഫിൽ അത് ഞാൻ നേടിയെടുത്തു കഴിഞ്ഞു. എന്താണെങ്കിലും അത് പാസ്റ്റിലോ അല്ലെങ്കിൽ പ്രസന്റിലോ അല്ല, ഫ്യൂച്ചർ ടെൻസിൽ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ നമ്മൾ അത് നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാവർക്കും വീടൊക്കെ ഉണ്ടായിരിക്കും, ചില ആളുകൾ വാടക വീട്ടിലായിരിക്കും. എന്താണെങ്കിലും വീടിനെ കുറിച്ച് പറയാം, അതാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ജോബൊക്കെ ആണെങ്കിൽ ചില ആളുകൾക്ക് ജോബിനൊന്നും പോകാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സ്റ്റോറേജ് സ്പേസ് അങ്ങനെയൊക്കെ. സോ ഒരു വീടാണെന്ന് വിചാരിക്കുക. അപ്പോ ആ ഒരു വീട് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറും ബുക്കും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിക്കേ, നിങ്ങളുടെ ആഗ്രഹം ഒന്ന് എഴുതിക്കോ, അത് നല്ലത്. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എന്ത് നേടണം എന്നാണോ ആഗ്രഹം, അത് വീടെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. ഓക്കെ, എഴുതിയില്ലേ? അപ്പൊ നിങ്ങൾ എഴുതിയ രീതി, എനിക്ക് ഇത് വേണം എന്നുള്ളതാണോ, ഇല്ല ഞാൻ അത് നേടിയെടുത്തു അതിന് താങ്ക് യു എന്നുള്ളതാണോ? വേണം എന്നാണ് എഴുതിയെടുത്തിട്ടുള്ളതെങ്കിൽ തംസ് അപ്പ് ചെയ്യാം. ഇല്ല അത് നേടിയെടുത്തു എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാ? ഹാർട്ട് ഇടുക. ഓക്കെ, എനിക്കത് നേടണം അല്ലെ, ആ ഒരു രീതിയിൽ ഇട്ട ആളുകളുണ്ട്. തംസ് അപ്പ്. ഓക്കെ ഓക്കെ. സോ നമ്മള് ഒരു ആഗ്രഹത്തെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോ എന്തൊരു എക്സാമ്പിൾ പറയാം, അപ്പം കുറച്ചും കൂടെ കണക്ട് ആവും. എനിക്കൊരു വീട് വേണം, എന്റെ ആഗ്രഹമാണത്. ഇപ്പൊ ഉള്ള ഈ ഒരു വീടിൽ നിന്നും എനിക്ക് വേറൊരു വീട് വേണം. ഈ ഒരു വീടല്ല, ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ, ഞാൻ പ്ലാൻ ചെയ്യുന്ന തരത്തിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്കൊരു വീട് വേണം. വീട് വേണം എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട തരത്തിൽ 2500 സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം ഏതാണോ, ഇപ്പോൾ കുഞ്ഞു വീടാണെങ്കിൽ ആ ഒരു ഇത്ര സ്ക്വയർ ഫീറ്റിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ എങ്ങനെയൊക്കെ വേണമെന്നുണ്ടോ ആ രീതിയിലൊക്കെ എഴുതണം. നമ്മുടെ കിച്ചൺ എങ്ങനെ വേണം, നമ്മുടെ ബെഡ്റൂം എങ്ങനെ വേണം, നമ്മുടെ സറൗണ്ടിങ് എങ്ങനെ വേണം, അതൊക്കെ ചേർത്ത് എഴുതിയിട്ട് അങ്ങനെയുള്ള ഒരു സ്വപ്ന ഭവനം അല്ലെങ്കിൽ വീട് നേടിയെടുത്തതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ ഇപ്പൊ എഴുതിയിട്ടുള്ളത്, ആഗ്രഹം വേണം എന്നുള്ളതല്ല. നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? എനിക്ക് എന്ത് വേണമോ ആ കാര്യം നടന്നതായി സങ്കല്പിക്കുക. നടന്നതായി സങ്കല്പിച്ചിട്ട് ആ നടന്നതിനെ നേടിയെടുത്തതായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളിത് എഴുതി വെച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുവോ? ഇല്ല.
ഒരിക്കലും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു സംശയം അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസി എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് നടക്കും. നമുക്ക് ഭയവും സംശയവും എപ്പോ വരുന്നു അവിടെ നമ്മളുടെ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് എന്താവും? ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ വീടായിരിക്കാം, കാറായിരിക്കാം, അവർക്ക് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ നമ്മുടെ സ്റ്റഡി, നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണത് എന്ത് തന്നെയാണെങ്കിലും ചില സമയങ്ങളിൽ എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താലും നടക്കില്ല. ആ നടക്കാത്തതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ മൈൻഡ് അലൈൻ ആയിട്ടില്ല, നമ്മുടെ സിസ്റ്റം ശരിയായിട്ടില്ല. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറൊക്കെ, നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടറൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. കറണ്ട് ഉണ്ടെങ്കിൽ ചാർജ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മൈൻഡ് ഡെസ്പായി നമ്മൾ സംശയത്തിലോ അല്ലെങ്കിൽ ഭയത്തിലോ നടക്കുവോ, ഞാൻ അങ്ങനെയാണോ, നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടാണ് ആദ്യം വരിക. അത് നമ്മുടെ തെറ്റല്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്തേ. യെസ്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണമെന്നുള്ള ഒരു തീരുമാനം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പുറത്ത് വിടുന്ന ഓരോ വാക്കുകളും, ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നത് എനിക്ക് സുഖാണോ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? പോണം, കുഴപ്പമില്ല, സുഖം അത്രയ്ക്കില്ല എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ അങ്ങനെയല്ല. സുഖമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ സുഖമാണ്, ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. സുഖമല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് എന്താണ് സുഖമില്ലാത്തൊരു കേടുള്ളത്? നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഇല്ലേ? 3 നേരം നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഉടുക്കാൻ ഡ്രസ്സ് ഉണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സറൗണ്ടിങ്, നമുക്ക് ആളുകളുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ അങ്ങനെ ദുരന്തമായിട്ട് ഇരിക്കുന്ന ഒരു ലൈഫിലൊന്നും അല്ല. ഇവിടെയുള്ള ആരും അങ്ങനെ അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആൾക്ക് സ്ട്രഗിളുകൾ ഉണ്ടാവും, ലൈഫിൽ സ്ട്രഗിളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ലൈഫിൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്ത്, ഞാനൊക്കെ 2019 കാലഘട്ടം വരെ ചെന്നൈയിലായിരുന്നു. അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു. വാടക മാസം മാസം കൊടുക്കണം. പക്ഷെ ബിസിനസ് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ ബിസിനസ് ഒക്കെ തകർന്നതും ഒരുപാട് കടം, 10-25 ലക്ഷത്തോളം കടം ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോ പുറത്തോടെ ഒരു മടിയില്ല, കാരണം അത്രയും ലക്ഷം കടം വന്നു ആ ഒരു ബിസിനസ് തകർന്നതിൽ നിന്ന്. ഓക്കെ, ഇപ്പൊ അതെല്ലാം വീട്ടി, അതെല്ലാം മാറ്റി നമ്മൾ നാട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ നാട്ടിൽ സെറ്റിൽഡ് ആയി. ഇപ്പൊ ഹാപ്പിയാണ്. അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ലൈഫ് എവിടെയും എത്തില്ല, തകർന്നു പോയി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ ചിന്താഗതി മൊത്തം നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് പേര്, ഈ കൊറോണ ടൈമിൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കുറെ പേരൊക്കെ ഈ ഭൂമിയിൽ ഇപ്പൊ ഇല്ല. നമ്മൾ ന്യൂസിൽ എന്തോ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അറിയുന്ന കുറച്ച് ആളുകൾ പോലും എന്താ പറയാ, ലൈഫൊക്കെ ഉപേക്ഷിച്ച് കുട്ടികളെയും വൈഫിനെയൊക്കെ കൂട്ടി എല്ലാരും പോയി, ഈ ഭൂമിയിൽ നിന്നും പോയി. പക്ഷെ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, എളുപ്പമുള്ള കാര്യമാണ് മരിക്കുക എന്നുള്ളത്, അല്ലേ? എളുപ്പമുള്ള കാര്യമല്ലേ? ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതാണ്. അതേപോലെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യം അതാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ കാണുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവർ എന്താ പറയാ പറഞ്ഞ കാര്യങ്ങൾ നേടിക്കൊടുക്കാത്തതിനൊക്കെ ലൈഫ് ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പല പല ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്ന ആളുകൾ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ലൈഫില് മറ്റാരെയും നമ്മുടെ ലൈഫിലേക്ക് ഇടപെടുത്താതെ നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യത്തെ നമ്മൾ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ വൈബ്രേഷൻ ഓക്കെ ആവണം. നമ്മുടെ ലൈഫിൽ നമ്മുടെ വൈബ്രേഷൻ എന്ന് പറയുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വൈബ്രേഷൻ ഓക്കെ ആവണം. അതിപ്പോ പറഞ്ഞു വരികയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുറത്തുവിടുന്ന എനർജി, ഇപ്പൊ നമ്മുടെ മെഡിറ്റേഷന്റെ ക്ലാസ്സിലൊക്കെ വന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ പുറത്തുവിടുന്ന എനർജിയും ഉള്ളിലേക്ക് പോകുന്ന എനർജിയും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് മാറ്റം ഉണ്ടാവുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ചുറ്റുമുള്ളവർക്കും മാറ്റം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ലൈഫിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പുറത്തേക്ക് വിടുന്ന എനർജി പോസിറ്റീവ് ആണെങ്കിൽ, ആ പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവരെയൊക്കെ മാറ്റാനോ അവരുടെ ഇവരുടെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ശരിയല്ല, അവർ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞു നടക്കാതെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ചിന്താഗതികൾക്കാണ്, നമ്മുടെ ചിന്തകൾക്കാണ്, നമ്മുടെ വാക്കുകൾക്കാണ്, നമ്മുടെ വികാരങ്ങൾക്കാണ്.
അതൊക്കെ പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കും. നമ്മൾ എന്താണോ മനസ്സിൽ കൂടെ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ എത്തും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ നിങ്ങൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും ഫ്രീക്വൻസിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറുക. ഓക്കെ, ഭയവും സംശയവുമാണ് നിങ്ങൾ അപ്പൊ ആകർഷിക്കുക. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് മാറുക. നിങ്ങൾ ആരാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ നിലവിലുള്ള വിശ്വാസം ഒന്ന് മാറ്റിയെടുക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ? റെഡിയാണോ? റെഡിയാണെങ്കിൽ എല്ലാവരും നെയ്സ്ന്നോ അല്ലെങ്കിൽ തംസപ്പ് ഇടുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം എഴുതുക. ഒരു പ്രവർത്തനമാണ്. നിങ്ങളൊരു കാര്യം എഴുതുക. നിങ്ങൾക്ക് 2026 എന്നുള്ള അടുത്ത വർഷത്തിൽ നേടാൻ ആഗ്രഹമുള്ള ഒരു വലിയ ലക്ഷ്യം അതെന്താണോ അത് എഴുതുക. എല്ലാവരും എഴുതുക. എഴുതിയോ? അത് കാറാവാം, വീടാവാം, മക്കളുടെ പഠിപ്പാവാം, മാരേജ് ആവാം, എന്തോ ആവാം, വാട്ടെവർ, എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾ എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ്റെ ഇത്ര ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. റെക്കോർഡ് ചെയ്തതിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കട്ടായി പോയി. അതുകൊണ്ട് തന്നെ 21 ഡിസംബർ 2025 അടുത്തൊരു ഫ്രീ വെബിനാർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടെ ഇതിൻ്റെ ഒപ്പം മെർജ് ചെയ്തിടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഫീഡ്ബാക്സും ഇതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എന്ത് സംശയമുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ ഈ നമ്പറിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഹായ് ഹലോ. മാനിഫെസ്റ്റേഷൻ്റെ ഒരു സെക്കൻഡ് ഫ്രീ വെബിനാർ ആണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ലൈവിലായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് സെഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ 15 ഡേ കോഴ്സ് മാനിഫെസ്റ്റേഷൻ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റേഷൻ്റെ വർക്ക്ഷീറ്റ് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ തരുന്നുണ്ട് നമ്മുടെ 15 ഡേ കോഴ്സിൽ. അപ്പം ഇനി സമയം കളയണ്ട അല്ലേ? ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് ഇട്ടെ. ഓക്കെ, സുമ ചേച്ചി ഹാപ്പിയാണ്. പ്രകാശൻ, സുബൈദ, സജിത, അരബി, ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് മൈ ഡിയർ. സോ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സോ ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മൾ സെക്കൻഡ് ടൈമാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഒരു ഫ്രീ വെബിനാർ തരുന്നത്. ഫസ്റ്റ് വെബിനാറിന്റെ റെക്കോർഡ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുറെ പേര് ജോയിനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്തതിൽ കുറച്ച് പേര് കാണുന്നില്ല. മേ ബി കുറച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ, സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നതിന് മുൻപ് ഇന്നത്തെ ഒരു സെഷനിൽ കുറച്ച് പേര് പുതിയതായി കാണുന്നുണ്ട്. സോ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ അറിയുന്ന ആളുകളൊന്ന് തംസപ്പ് ചെയ്തേ. ഓക്കെ, അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ എന്റെ പേര് അനില സുരേഷ് എന്നാണ്. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അബാക്കസും കമ്പ്യൂട്ടറും അതാണ് ഞാൻ എന്റെ ബേസ്. ആൻഡ് ഇപ്പോ നിലവിൽ ഞാനൊരു മൈൻഡ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യാണ്. ബൈ പാഷനാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ എന്റർപ്രണർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ഞാൻ പഠിച്ചെടുത്തു. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഹ്യൂമനിക്സ് എന്നാണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. അവിടെ നിന്ന് ഞാൻ പഠിച്ചിറങ്ങി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കോച്ച് ആണ്. ഇപ്പൊ നിലവിൽ ഹാപ്പി ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹാപ്പി ഹാർട്സിന്റെ ഫൗണ്ടർ ആയിട്ട് ഞാനിപ്പോ നിൽക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്. ഓക്കെ, സോ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫില് ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രത്യേകിച്ചും മലയാളീസിന്റെ അടുത്ത് അങ്ങനെ സുഖമാണോ, സുഖമായിരിക്കുന്നോ, ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം എന്ത് പറയും? അങ്ങനെയൊക്കെ പോകുന്നു അല്ലെ? അങ്ങനെ പറയുന്നവരുണ്ടോ? അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ പറയുന്നവരുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസപ്പ് ചെയ്തേ. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കണേ, കാരണം എനിക്ക് എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, സോനു. ഓക്കെ, സോ ഞാനും പണ്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ പറയും അങ്ങനെയൊക്കെ പോണു, കുഴപ്പമില്ല എന്ന്. പക്ഷെ നമ്മൾ ആ പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മൾ പറയുന്ന കാര്യം എന്താണോ അത് നമുക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, എന്നാലും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പറയാ അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മളുടെ ആ ഒരു വൈബ്രേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോ ഇന്ന് ഞാനിപ്പോ 4ാമത്തെ സെഷനാണ് ഫ്രീ വെബിനാർ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഫസ്റ്റത്തെ സെഷനിൽ നമ്മൾ മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്ന ടൈമിൽ ആ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 95%ഉം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. നമുക്ക് മൈൻഡും ഉണ്ട്, ആ മൈൻഡിന് തന്നെ ഒരു സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. നമ്മള് എന്താ പറയുക, ബോധത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മുടെ മൈൻഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ 8 മണിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ, 8 മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. 8 മണിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒരു തീരുമാന പ്രകാരമാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ചില സമയങ്ങളിൽ സ്വപ്നങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളിലും കിടക്കും. അത് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്ന് മാത്രമല്ല, നമ്മൾ പറയുന്ന വാക്കുകൾ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ബോധം വന്നതിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെന്നെങ്കിലും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളോ അതൊക്കെ നമ്മുടെ ലൈഫിൽ എന്താണുണ്ട്, നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ബോധ മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനല്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളുടെ പോസ്റ്റർ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ആ പോസ്റ്ററിൽ നമ്മളൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് നമ്മളുടെ പോസ്റ്ററിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? സ്റ്റോപ്പ് വിഷിംഗ്, സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ 2026 മാനിഫെസ്റ്റേഷൻ ഫോർമുല. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് അത് തന്നെയാണ്, മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടായിരിക്കും. സ്വപ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോ എത്ര സ്വപ്നമില്ല എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ. ആ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എന്താണോ ഇപ്പൊ എക്സാമിന്, PSC എക്സാമിന് പാസ്സാണോ, അല്ലെങ്കിൽ കേട്ടറ്റിന് പാസ്സാണോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, ആരോഗ്യത്തോടെ ഇരിക്കണം, മക്കൾക്ക് നല്ലത് വരണം, ഇതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. ചിലത് വലിയ വലിയ ലക്ഷ്യങ്ങളുമാണ്. നമ്മൾ ചിലപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ലക്ഷ്യമാണ് അല്ലെ. ആണോ? ആണെങ്കിൽ തംസപ്പ് ചെയ്തേ, നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കാണട്ടെ. ഓക്കെ. സോ ആഗ്രഹങ്ങൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്കുള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും പറയും, എല്ലാവരും അല്ല, ചുരുക്കം ചില ആളുകൾ പറയും എനിക്കൊരു ആഗ്രഹങ്ങളും ഇല്ല കേട്ടോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ട്. ആഗ്രഹങ്ങൾ ഉണ്ടാവണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇത്രയും ഒരു ലൈഫേ നമുക്കുള്ളൂ, നമ്മുടെ മുന്നിലുള്ളൂ. ആ ലൈഫിൽ നമുക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളത് പല ആളുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പല ആൾക്കും അറിയില്ല. അപ്പൊ നമ്മളെല്ലാവരും സ്കൂളുകളിലും ഒക്കെ പഠിച്ച ആളുകളാണ് അല്ലെ. ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, മാത്സ് പഠിച്ചു, മലയാളം, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പക്ഷെ ജീവിതം പഠിക്കുന്നത് എപ്പോഴാണ്? സ്കൂളുകളിൽ നിന്നാണോ? അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് നമുക്ക് എഴുതാൻ, 1 2 3 എഴുതാൻ, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിലുള്ള ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ കുറിച്ച്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ മനസ്സ് വഹിക്കുന്ന ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഒരുപാട് പേര്, ഇപ്പോ ഫോറിൻ കൺട്രീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റുകളായിക്കോട്ടെ, എല്ലായിടത്തും ഒരുപാട് മൈൻഡ് കോച്ചസ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കുറേ പേരുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചില ആളുകൾ സ്വയമേ അത് കണ്ടുപിടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് ടൈം കഴിയും, ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക. ചില ആളുകൾക്ക് ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അതിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, ലൈഫ് മുന്നോട്ട് പോകും. അപ്പൊ നമ്മുടെ ഫിലിം ആക്ട്രസ് അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് മാൻ, ഇവർക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു കൗൺസിലിംഗ്, ഒരു കോച്ച് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ സക്സസിന്റെ രഹസ്യവും അത് തന്നെയാണ്. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയോ? മാനിഫെസ്റ്റേഷൻ എന്താന്നുള്ളത് അറിയോ? ജസ്റ്റ് ഞാനൊന്ന് മൈക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. ഒരാള് ഒന്ന് പറയണേ, എന്താണ് നിങ്ങൾക്ക് അറിയുന്ന മാനിഫെസ്റ്റേഷൻ? ഓക്കെ, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് മാനിഫെസ്റ്റേഷൻ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ആക്കുന്നതിനെ പറ്റിയുള്ള. യെസ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, കറക്റ്റ് ആണ് പറഞ്ഞതാരാണ്? രാജി മാം അല്ലേ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, എനിക്ക് ഇങ്ങനെ ആരൊക്കെയാണ് മൈക്ക് ഇതൊക്കെ ഓണാക്കി ഇരിക്കുന്നതെന്ന് കാണുന്നില്ല.
ഓക്കെ, വീഡിയോസ് ഒക്കെ ഓണാക്കിയിരിക്കുന്നവരൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. ഓക്കെ, യാ. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവമോ അല്ലെങ്കിൽ ആ ബോധപൂർവത്തിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ കൃത്യതയോടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഓരോ ട്രിക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ ഒരു പ്രകൃതിയുടെ വൈബ്രേഷൻ നമ്മുടെ കൂടെ നിൽക്കും. ഓക്കെ, സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് വിചാരിക്കുന്നു, അപ്പൊ രാജീവ് മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക. പക്ഷെ അത് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന് കുറച്ച് ടെക്നിക്സുകളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ച് ടെക്നിക്സ് ആൻഡ് ട്രിക്സ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുക. നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ? കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും സക്സസ് ആയി വരുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യലുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ യെസ്, നമ്മളെ കൊണ്ട് ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മാനിഫെസ്റ്റേഷന്റെ കുറച്ച് ടെക്നിക്സും ട്രിക്സും ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ബിലീവ്സ് ഉണ്ട്, നെഗറ്റീവ് ബിലീവ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പണം ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജോബിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ അത് കേൾക്കുന്നുണ്ട്, ചെറുപ്പം മുതൽ കേൾക്കുന്നുണ്ടാവും നമ്മുടെ ഫാമിലിന്നോ ചുറ്റുവട്ടത്തുള്ള ആളോ, കാശുണ്ടാക്കൽ എന്ത് പാടാണ്, എത്ര ഇതാക്കിയാലും, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന വാക്കുകൾ നമ്മൾ ചിലപ്പോൾ കളിക്കുമ്പോഴാവാം, പഠിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കാം. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് കയറുന്നുണ്ട്. വലുതാവുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ് എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നെഗറ്റീവ് ബിലീവ്, നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവ് ബിലീവ്സ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ ഒരു നെഗറ്റീവ് ബിലീവിനെ നിങ്ങൾ എന്താക്കുക, പോസിറ്റീവ് ബിലീവ് ആയിട്ട് മാറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതന്നെ പറയാം, പണം എന്നിലേക്ക്. ഇപ്പൊ നമ്മൾ പറയുന്നത് പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതിന് പകരം നിങ്ങൾ എന്ത് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. പണം എന്നെ അട്രാക്ട് ചെയ്യുന്നു, മണി എന്നെ അട്രാക്ട് ചെയ്യുന്നു, എന്നിലേക്ക് ഒരുപാട് പണം ഒഴുകി വരുന്നു. ഓക്കെ, എന്നിലേക്ക് ഒരുപാട് ക്യാഷ്, ഒരുപാട് മണി ഒഴുകി വരുന്നു, ഞാൻ പണത്തെ അട്രാക്ട് ചെയ്യുന്നു, പണം ഉണ്ടാക്കാൻ ഒരു കഷ്ടപ്പാടുമില്ല എന്നത് നമ്മൾ ഡെയിലി ഒന്ന് എഴുതി വെച്ച് നോക്കി, അല്ലെങ്കിൽ എഴുതി വെച്ച് ഡെയിലി ഒന്ന് വായിച്ചു നോക്കി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക്, ബോധ മനസ്സിന് ഒരു വാതിലുണ്ട് ഉപബോധ മനസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള അറകളിലേക്ക് ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരുപാട് ക്യാഷ് ഒഴുകി വരും. അത് ചിലപ്പോൾ നമുക്ക് പണ്ടെന്നോ തരാനുള്ള ക്യാഷ് ആയിരിക്കാം ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ക്യാഷ് ആയിരിക്കാം എവിടെയെങ്കിലും പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, ഇതൊക്കെ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചെത്തുന്നു. അതിനുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സും നമ്മളും തമ്മിലൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ആവുന്നു. ഇപ്പോ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ബിലീവ്സ് കാരണമായിരിക്കാം നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ച പല ലക്ഷ്യങ്ങളും സക്സസ് ആവാതെ, കംപ്ലീറ്റ് ആവാതെ നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായിച്ചെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ചെയ്യണേ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. അപ്പൊ ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ മാനിഫെസ്റ്റേഷന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒന്ന് മാറ്റി, എന്തൊക്കെയുണ്ടോ നെഗറ്റീവ് ബിലീവ്സ് ഇതൊക്കെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മുടെ വൈബ്രേഷനെ കുറിച്ചിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകള്, വികാരങ്ങള്, ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റിവിറ്റി മാത്രമാണ് നമ്മളെ അട്രാക്ട് ചെയ്യുക. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതവുമായി വളരെ 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 അടുത്ത് നിൽക്കുന്ന കാര്യമാണ്.
നമ്മൾ എന്താണ് എവറി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വാട്ട് വി തിങ്ക്, നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ എന്തിനെ കുറിച്ച് പറയുന്നോ അത് തന്നെ നമ്മൾ ആയിത്തീരും എന്നുള്ളതാണ്. നമ്മൾ എന്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ, എന്റെ കടം പ്രശ്നം അസുഖം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. സോ നമ്മൾ ഒരാൾ പോലും ഇതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇനി മുതലെങ്കിലും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, നമ്മളുടെ ബിലീഫ്സ് അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാതും പോസിറ്റീവ് ആവട്ടെ. മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. ഓക്കെ, നമ്മുടെ വികാരങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് സന്തോഷം, ആനന്ദം, സന്തോഷിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മള് നല്ല മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. ഓക്കെ, ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു വരുമ്പോ അയ്യോ ലോട്ടറി അടിച്ചോ എന്നുള്ളതിന് പകരം ലോട്ടറി അടിച്ചോ, സന്തോഷം, അവരുടെ ലൈഫ് അടിപൊളിയായി ഇരിക്കട്ടെ എന്ന രീതിയിൽ പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിലേക്ക് പാകപ്പെടുത്തി കൊടുക്കണം. നമ്മൾ സന്തോഷമായി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ അസൂയയില്ലാതെ കുശുമ്പില്ലാതെ പങ്കെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കിട്ടുമ്പോഴും, ഒരു ചെറിയ പെന്നായിക്കോട്ടെ, ഒരു മിഠായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒരു സുഹൃത്തായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് തീർന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള മാവിൽ ആദ്യമായിട്ടുണ്ടായ ആ ഒരു മാമ്പഴം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ടും അതിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും നല്ല രീതിയിലൊന്ന് സന്തോഷിക്കുക. സന്തോഷം എന്നുള്ള ആ ഒരു ഫ്രീക്വൻസി നമുക്ക് നമ്മളിൽ കൂടി വരികയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതല്ല, സയന്റിഫിക്കലി തെളിഞ്ഞതാണ്. ഒരുപാട് ബുക്സിൽ വലിയ എഴുത്തുകാരൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വൈബ്രേഷൻ എന്താക്കുക, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളുടെ അതിനു മുൻപ് ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്താലോ? ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ആക്ടിവിറ്റി തരാൻ പറ്റില്ല. ഓക്കെ, ജിഷ റെഡിയാണ്, ബാക്കിയുള്ളവരൊക്കെയോ? ഓക്കെ, നയന, യാ. സോ നിങ്ങളുടെ ബുക്കും പെന്നും എടുക്കുക, അതിൽ ജസ്റ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് എഴുതുക. 2026 നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? 2026 അതിലത്തെ ഒരെണ്ണം, ഒറ്റ ആഗ്രഹം ഒന്ന് എഴുതിക്കേ, ഒരേ ഒരു ആഗ്രഹം. എഴുതിയോ? ഞാൻ ക്ലാസ്സിലാണ് കേട്ടോ, കോണ്ടാക്ട് ചെയ്യാം. എഴുതി കഴിഞ്ഞ ഒന്ന് തംസപ്പ് ചെയ്യണേ. ഓക്കെ, അടുത്തൊരു കാര്യം എഴുതി. അപ്പൊ നിങ്ങൾ ലക്ഷ്യം എഴുതി. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിന്ന്, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എന്തോ ഒരു കാരണം കൊണ്ടാണ് ആ ലക്ഷ്യം ഇത്ര വർഷമായിട്ടും, ഇപ്പൊ നമ്മൾ എവിടെ എത്തി, 2025 ലാസ്റ്റ് വരെ എത്തി, ഇതുവരെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റാത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത്, ഒന്നോ രണ്ടോ കാരണങ്ങൾ, ഇപ്പൊ അത് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയാവാം, ആ കാരണം എന്താന്നുള്ളത് ഒന്ന് എഴുതുക. ഓക്കെ, കാരണം എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാൽ തംസപ്പ് ചെയ്യണേ. ഓക്കെ, ഇതാണ് ഒരു പ്രകാശം. ഓക്കെ, ഇനി നിങ്ങൾ ആ കാരണത്തെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കാറ് വാങ്ങണം എന്നുള്ളതാണ് ലക്ഷ്യം എന്നിരിക്കട്ടെ. ആ കാറ് വാങ്ങാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും? ഞാൻ അത്ര മിടുക്കനല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ക്യാഷ് റെഡി ആവുന്നില്ല, റെഡി ആയിട്ടില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോ അങ്ങനെയുള്ള ആ കാരണം നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറ്റുക. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം നിങ്ങൾ മിടുക്കരാണ്. നമ്മൾ ഓരോരുത്തരും ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ മിടുക്കരാണ്. അപ്പൊ മിടുക്കരല്ലെങ്കിൽ പോലും നമ്മൾ ബിലീവ് ചെയ്യുക നമ്മൾ ഗുഡാണ്, നമ്മൾ ഭയങ്കര ടാലന്റഡ് ആണ്, മിടുക്കരാണെന്നുള്ളതും. അതേപോലെ പണം എന്നുള്ള കാര്യം
അത് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നുകൊണ്ടിരുന്ന ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്യൂറോയിൽ കുറെ വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി എടുത്തു വെച്ചുകൊണ്ടിരുന്ന പിന്നീട് പോയി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. നോട്ടൊക്കെ ആണെങ്കിൽ കേട്ടോ, കോയിൻസ് അല്ല. കുറെ കാലം അങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് പേഴ്സിന്റെ ഉള്ളില്. പിന്നെ പോയി എടുക്കുന്ന സമയത്ത് അതൊക്കെ പൂത്ത് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് എന്താ പറയുക, ചെതലൊക്കെ അരിച്ചു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ സമയത്ത് എത്രയെങ്ങാനും പേരുടെ ക്യാഷ് ആണ് പോയിട്ടുണ്ടാകുന്നത് അല്ലെ, എടുത്ത് വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പോ മണി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഇങ്ങോട്ട് വാങ്ങുമ്പോഴും എന്ത് ചെയ്യണം? സന്തോഷത്തോടു കൂടി വേണം കൊടുക്കാനും, സന്തോഷത്തോടു കൂടി വേണം വാങ്ങാനും. അപ്പൊ നമ്മളിലേക്ക് ഇരട്ടിയായി അത് എത്തും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബിലീവ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് എഴുതി, ആ ആഗ്രഹത്തേക്ക് എത്താത്തതിന്റെ കാരണം എഴുതി, ആ ആഗ്രഹത്തേക്ക് എത്താത്തതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാരണം അത് തന്നെയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് യെസ് ഓർ നോ എന്നുള്ളത് അവിടെ എഴുതുക. എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ നിങ്ങൾ എഴുതുക, യെസ് ഓർ നോ എന്നുള്ളത് എഴുതുക. ഇനി അതിൽ നിന്നും ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ നിന്നും ഓവർകം ചെയ്ത് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഒരു 50,000, ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപയാണ് നിങ്ങളുടെ ഒരു മന്തിൽ കിട്ടുന്ന സാലറി എന്നുള്ള വരുമാനം എന്നുള്ളത് വിചാരിക്കാം. ഓക്കെ, ആ 20,000 രൂപ കൊണ്ട് ഈ കാര്യം നടക്കില്ല. അപ്പൊ എന്താണ്? ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കണം, അല്ലെങ്കിൽ വേറെ. നമുക്ക് അറിയാം നമ്മൾക്ക് അവിടെ എത്തണമെങ്കിൽ എന്റെ വീട്ടിലുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ, എല്ലാവരുടെയും മാറ്റമായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന എന്റെ എന്റെ ശ്വാസത്തിന്റെ ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കില്ല നിങ്ങളിൽ ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുക. എല്ലാവർക്കും എല്ലാവരുടെ സൗണ്ട് ആയിക്കോട്ടെ, രൂപം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്രീത്ത് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ആ നേടിയെടുക്കാനുള്ള കാരണങ്ങൾ. ഇപ്പൊ എനിക്കൊരു കാറ് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്റെ സറൗണ്ടിങ്, എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്റെ സ്റ്റെബിലിറ്റി, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്ന് തന്നെ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 10 പോയിന്റ്സ് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു വലിയ ആഗ്രഹം നേടിയെടുക്കാൻ. ഇന്നിപ്പോ ഡിസംബർ എത്രാം തീയതിയാണ്? 21 അല്ലെ? ഈ ഒരു ഡിസംബർ 21 അടുത്ത 2026 ഡിസംബർ 21 ആവുമ്പോഴേക്കും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ലോങ് ടൈം ഗോൾ ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ മാസവും ഓരോ പോയിന്റ്സ് നിങ്ങളത് എന്ത് ചെയ്യുക? ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ തീവ്രമായ ആഗ്രഹമുണ്ട്, നമ്മൾ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. ഒരു ആക്ഷൻ കൂടെ നമ്മൾ എടുക്കണം. ആ ആക്ഷൻ എടുക്കണമെങ്കിൽ എന്താണ്? നമ്മുടെ മനസ്സ് അതിനു വേണ്ടി റെഡി ആവണം. നാളെ ആവാം, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മടി കാരണമാണെന്ന് അല്ലെ, എനിക്കൊരു മടി ഉള്ളതുകൊണ്ടാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് മടിയല്ല. മടി ഉള്ളത് കൊണ്ടല്ല നമ്മൾ ആരും ഒരു കാര്യം ചെയ്യാതെ പിന്നീടാവട്ടെ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഒരു സയൻസിന്റെ ബുക്കിൽ പറയുന്നതാണ്. അത് ബയോളജിക്കലി വരുന്ന ഒരു ചെറിയ ഇഷ്യൂ ആണ്. അത് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവുന്നുണ്ട് അത്ര. അപ്പോൾ നമ്മുടെ മടിയല്ല അതിനുള്ള കാരണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ആക്ഷനിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ബാക്കിക്ക് വലിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് അവിടേക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാനും കുറച്ച് പാടായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ കുറേ ടൂൾസ് ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ ലൈഫ് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 15 ഡേയ്സ് എങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ് ആ ഒരു ലെവലിലേക്ക് എത്തും. എവിടെയാണോ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നത്, എവിടെയാണോ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നത്, ആ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൈബ്രേഷൻ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവിലേക്ക് മാറ്റുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അത് ഇതുവരെ നിങ്ങളെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ അത് നേടിയെടുക്കാൻ പറ്റാത്ത ആ കാരണം കൊണ്ട് തന്നെയാണോ എന്ന് വീണ്ടും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഉത്തരം കിട്ടും, ഇതല്ല കാരണം, വേറെ കാരണമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വ്യക്തത എന്ന് പറഞ്ഞ സംഭവം വേണം. വ്യക്തത. ഇപ്പൊ നമ്മൾ GPS-ലൊക്കെ ആണെച്ചെങ്കിൽ GPS കൊടുക്കുമല്ലേ, അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ലക്ഷ്യസ്ഥാനം അറിയാം. നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് നമ്മൾ അവിടേക്ക് എത്തിക്കും. അതേപോലെ നമ്മുടെ മനസ്സിനും എന്ത് വേണം? ഒരു വ്യക്തത വേണം. നമ്മൾ എന്ത് ആയിത്തീരണം, അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തത വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തത ഉണ്ടായിരിക്കണം ഇനി മുതൽ. ഓക്കെ അല്ലേ?
ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യാം. യാ ഓക്കെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തതയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ആ ശുദ്ധീകരണം. നെഗറ്റീവ് ബിലീഫ്സ്, നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല എന്നുള്ള ഒരു വിചാരം, ഇതൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവിലേക്ക് മാറ്റണം. അതിന് നമ്മൾ ജേണൽ റൈറ്റിംഗ് എന്നൊക്കെ പറയും. അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾക്കൊന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം കേട്ടോ. ഓക്കെ. സോ എൻ്റെ ഒരു ക്ലയന്റ് ആണ് കേട്ടോ, അതാണ് ഞാൻ ഇപ്പോ മെസ്സേജിന് റിപ്ലൈ കൊടുത്തത്. ഓക്കെ. സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം. ലക്ഷ്യം നേടിയെടുക്കാനുള്ള വ്യക്തത വേണം. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസം വേണം. എന്ത് കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ബിലീവ്, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നമ്മളത് തുടരെ നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളത് ജേർണലിംഗ് റൈറ്റിംഗ് എന്ന് പറയും, എഴുതിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങൾക്കൊരു വീട് വേണം. ഓക്കെ. നിങ്ങൾ ഇപ്പൊ ഉള്ള ഒരു വീടിനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വീട് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ അതിന് വിഷ്വലൈസേഷൻ ചെയ്യണം. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ആ ഒരു എത്ര സ്ക്വയർ ഫീറ്റിലുള്ള, ഏത് കളറിലുള്ള, ഏത് ടൈപ്പ് ഓഫ് വീടാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ കാണണം. അതിനെ കുറിച്ചുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള നമുക്ക് നമ്മളുടെ അടുത്തുള്ള ഒരു വ്യക്തിനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ വരപ്പിക്കാം. എന്നിട്ട് നമ്മുടെ ഫോണിന്റെ വാൾപേപ്പർ ആയിട്ടോ ഒക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ അത് ഫീൽ ചെയ്യുക. ആ ഒരു വീട് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. അത് ഫീൽ ചെയ്ത് എടുക്കുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു, പാസ്റ്റ് അല്ല ഫ്യൂച്ചറിൽ നിങ്ങൾ കാണും. നിങ്ങൾ അത് നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്, പ്രസന്റിൽ നിങ്ങൾ നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ അത് നേടിയെടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അനുഭവിക്കുക. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷം, നിങ്ങളുടെ ആ ശരീരത്തിൽ ഉണ്ടാവുന്ന, അതായത് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ വിചാരിച്ച ആ ഒരു വീട് എന്നുള്ള ലക്ഷ്യം നേടിയെടുത്തു, അപ്പൊ നമുക്ക് എന്താവും? ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? മനസ്സിന്റെ സന്തോഷം എന്താണ്? ശരീരത്തിലും പ്രകടമാവും. അത് നിങ്ങൾ ഫീൽ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു വീടിനുള്ളിലേക്ക് കയറുമ്പോൾ, ഒരു പുതിയ വീടാണല്ലേ, പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ്? ഒരു സ്മെല്ല് ഉണ്ടാവും, ഒരു മണം ഉണ്ടാവും, പെയിന്റിന്റെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പാല് കാച്ചിയതിന്റെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പൂജ ചെയ്തതിന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഫീൽ ചെയ്യുക. നമ്മളുടെ എന്താ പറയാ, ഒരു 5 സെൻസ് ഉണ്ട്. നമ്മൾ വിഷ്വൽ, നമ്മൾ കാണുക, അതേപോലെ അവിടെയുള്ള സൗണ്ടുകളൊക്കെ ഒന്ന് കേൾക്കുക, ആ ഒരു മണം, ആ ഒരു സ്മെല്ല് നമ്മൾ അനുഭവിക്കുക. അതേപോലെ തന്നെ സ്പർശം, വീടിന്റെ ചുമരൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ. അപ്പൊ അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പൊ വീട് എന്നല്ല കേട്ടോ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഒരു ജോബ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് വിഷ്വലൈസേഷന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്താലോ? മെഡിറ്റേഷൻ ചെയ്യാൻ ആരൊക്കെ റെഡി ഉണ്ട്? ഒരു 10 മിനിറ്റ് വേണ്ട, ജസ്റ്റ് 5 മിനിറ്റ് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. റെഡിയാണോ എല്ലാവരും? സോ നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഇപ്പൊ പ്ലേ ചെയ്യുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മ്യൂസിക് ആണ് കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യണേ. ഓക്കെ, വോയിസ് ഓക്കെ ആണോ? ഇനി കുറയ്ക്കണോ? ഓക്കെ ആണല്ലോ അല്ലെ? യാ ഓക്കെ. സോ എല്ലാവരും വളരെ കാം ആൻഡ് കൂളായി നിങ്ങൾ ഇരിക്കുന്ന പ്ലേസിൽ വളരെ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യുക അല്ലേ. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം വേണം ശ്രദ്ധിക്കാൻ. അതേപോലെ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന ആ മ്യൂസിക്കും നിങ്ങളുടെ ചെവിയിലേക്ക് കേട്ടുകൊണ്ടിരിക്കണം. അത് മനസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ. സോ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോകുന്നതായി ഫീൽ ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബായിട്ടുള്ള ഗോൾഡൻ നിറത്തിലുള്ള ഒരു ദൈവീക ചൈതന്യം നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കറുപ്പ് നിറത്തിലുള്ള ഒരു പുകയായി നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസനിശ്വാസവും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ശ്വാസത്തിന്റെ താളത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ഓൺ. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസനിശ്വാസത്തിലും ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും പോസിറ്റിവിറ്റി മാത്രമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ഒരു ദൈവിക ചൈതന്യമുള്ള ഗോൾഡൻ ലൈറ്റ് ആണ് ഉള്ളിലേക്കും പുറത്തേക്കും പോയത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, യു ഓൾ ആർ എ ഡിവൈൻ പ്രൊട്ടക്ഷൻ പേഴ്സൺ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശ്വാസം നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളിലും നേടിയെടുക്കാനുള്ള ഊർജമുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ 5 ലക്ഷ്യങ്ങൾ, നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന 5 ലക്ഷ്യങ്ങളെ മനസ്സിൽ കാണുക. യെസ്, ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ 5 ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം നേടിയെടുത്തതായി സങ്കല്പിക്കുക. അത് വീടാവാം, കാറാവാം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാവാം, നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണമാവാം, ജോലിയാവാം, എന്തുമാവാം. അതിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തിരിക്കുകയാണ്. സോ അത് നേടിയെടുത്ത സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തെ മനസ്സറിഞ്ഞ് വളരെയധികം ആത്മാർത്ഥമായി ആഹ്ലാദത്തോടുകൂടി അനുഭവിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് ഉണ്ടായിരുന്നത്. അതേ പുഞ്ചിരി ഇപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്തും ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച ആ സംഭവം നേടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും മധുരം നൽകുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രൗഢിയോടുകൂടി നിൽക്കുകയാണ്. അതെല്ലാം നിങ്ങൾ ഫീൽ ചെയ്യുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. സോ ഇനി നിങ്ങൾ ആഗ്രഹിച്ച രണ്ടാമത്തെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നേടിയെടുത്തതായി സങ്കല്പിക്കുക. നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി. സോ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ്. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ദേഷ്യം, സങ്കടങ്ങൾ എല്ലാം മാറി 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 സന്തോഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ അനുഭവിക്കുകയാണ്.
ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളുമാണ് നിങ്ങൾ കയറാൻ പോകുന്നത് എന്നത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളെ അത്രയും ചിരിച്ച മുഖത്തോടുകൂടി, അത്രയും സന്തോഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾക്കുള്ളിൽ കാണുക. യെസ്, നിങ്ങൾ ഓരോരുത്തരും സന്തോഷം അട്രാക്ട് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഓരോരുത്തരും ഹാപ്പിനെസ് എന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി അർഹതയുള്ളവരാണ്. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും അട്രാക്ട് ചെയ്യുന്നത് ഹാപ്പിനെസ്സിനെയാണ്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. യെസ്, എല്ലാവരും ഇപ്പോൾ ഹാപ്പി ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനോട് വളരെ ആത്മാർത്ഥമായി താങ്ക് യു പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ 2 കൈകളും കൂട്ടിയൊരുത്തി കണ്ണുകളിലേക്ക് ആ ഒരു ചൂട് പകർന്നു നൽകുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. സമയമെടുത്ത് കൈകളിലെ ചൂട് കണ്ണുകളിലേക്ക് പകർന്ന് മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, മെഡിറ്റേഷനിൽ പുറത്തേക്ക് വന്നവരെല്ലാവരും ഒന്ന് റിയാക്ഷൻ ഇട്ടാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, സോനു ബാക്ക്, സുബൈ ബാക്ക്. ഓക്കെ, എന്ത് ഫീൽ ചെയ്തു? 1-2 പേര് ഒന്ന് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു. മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല? യെസ്, ഓക്കെ. 2 പേര് ഇപ്പൊ നിങ്ങൾ ചെയ്ത ഈ ഒരു മെഡിറ്റേഷനിലൂടെ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലൂടെ എന്ത് ഫീൽ ചെയ്തു എന്ന് പറയുന്നത്? ഗുഡ് ഈവനിങ് മാം. ഓക്കെ, പറയൂ. മാം, ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ശരിക്കും ഒരു ഹാങ് ഓവർ, നമ്മളിപ്പോ അതിൽ ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കാണ്. എന്തായാലും നമ്മുടെ ബിസിനസ് അതിൽ തന്നെ ഹോൾഡായി നിൽക്കാണ്. ഭയങ്കര സന്തോഷം. പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാണല്ലോ, സന്തോഷത്തിന് അട്രാക്ട് ചെയ്യാണല്ലോ. അപ്പൊ ശരിക്കും നമുക്ക് ഭയങ്കര വേറെ ഒന്നുമില്ല, ഫുള്ളും മൈൻഡ് ഫുള്ളും ഞാൻ കിട്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തില് ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോ അതിന്റെ ആ വൈബ്രേഷൻ കുറഞ്ഞു പോവും, നമ്മള് ശരിക്കും നോർമൽ ലൈഫിലേക്ക്, ബാക്ക് ടു നോർമൽ ലൈഫ്. പക്ഷെ ഇപ്പോ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവൽ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. ഓക്കെ, അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. പേരെന്തായിരുന്നു? റിസ്വ? അല്ല, നയന. നയന. ഓക്കെ നയന, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് അടുത്തൊരു വ്യക്തിക്കും കൂടെ പറയാം, ഒരാൾക്കും കൂടെ അവസരം തരുന്നു. ആരെങ്കിലും ഒരാളും കൂടെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യോ? ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോ വാട്ട് യു ഫീൽ? ഹലോ, പേര് വിളിക്കണോ? അരബി, ഫാത്തിമ, സൗമ്യ, സുമ ചേച്ചി. മൈക്ക് എല്ലാവർക്കും ഓണാക്കാൻ പറ്റുന്നില്ല? ഇല്ല, മെസ്സേജ് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കി, അല്ലെങ്കിൽ വോയിസ് ആയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ വളരെ സന്തോഷം തോന്നുന്നു അനില. ഓക്കെ, അത് നേടിയെടുത്തൊരു സന്തോഷം ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അല്ലെ? അതെ അതെ. മൈഗ്രൈൻ്റെ തലവേദനയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇതാ ചെയ്തപ്പോ ശരീരത്തിനൊരു ഉണർവ് തോന്നുന്നു. മെഡിറ്റേഷൻ ചെയ്തോളുമ്പോൾ നമ്മൾ ആരെയും വിളിക്കാൻ പറ്റൂല. വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ആ ഒരു ഹാങ് ഓവറിലായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച് ഈ സമയത്ത് ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്തതിന്.
പിന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ അത് ചെയ്യേണ്ടതാണ്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും മോർണിംഗ് ഉറങ്ങി നീക്കുമ്പോൾ തന്നെ കൃതജ്ഞത എന്നൊരു സംഭവമുണ്ട്. നന്ദിയോടുകൂടി നീക്കുക. ഓക്കെ, അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതിലാണ്. നമ്മൾ ഉറങ്ങി നീക്കുന്ന സമയത്ത് കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് നൽകിയതിൽ ഒത്തിരി നന്ദി എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അത് വളരെ സത്യസന്ധമായുള്ള കാര്യമാണ്. നന്ദിയോടുകൂടി ഉറങ്ങി നീക്കുക എന്നുള്ളതാണ്. ഉറങ്ങി നീച്ചതിന് ശേഷം നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് തോണ്ടാൻ നിൽക്കാതെ, മൊബൈൽ ഫോണിലേക്ക് പോവാതെ, അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു വലയം എന്നൊക്കെ പറയും, അതിലേക്ക് പോവാതെ നേരെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ചില ആളുകൾക്ക് ഏർലി മോർണിംഗ് നീക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന കുറെ വ്യക്തികൾ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ രാവിലത്തെ ആ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കിളികളുടെ ശബ്ദം, ആ പ്രകൃതി ഭയങ്കര നിശബ്ദമായിരിക്കും. ആ പ്രകൃതിയിൽ നിന്നുള്ള ആനിമൽസിന്റെ അല്ലെങ്കിൽ ചെടികളുടെ അതിന്റെ ഒക്കെ ഒരു കുളിർമ, അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ്. അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരു പോസിറ്റീവായി ആ ദിവസം ഫുള്ള് തരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നീക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നന്ദി പറഞ്ഞ് എണീച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അതെന്ത് വെള്ളം ആയിക്കോട്ടെ, നിങ്ങൾ തിളപ്പിച്ചറിയ വെള്ളം, ചില ആളുകൾ പറയുന്നത് ഉലുവ ഇട്ടിട്ട് കുടിക്കലുണ്ട്, അങ്ങനെ ഇങ്ങനെ, ചില ആളുകൾ മറന്നു പോകും, കുറെ പണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഓർമ്മ വരിക എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ ഉറങ്ങി എണീച്ചതും ഒരു ഗ്ലാസ് വാട്ടർ അങ്ങ് കുടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിനൊരു 2-3 മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ അതിന്റെ വൈബ്രേഷൻ, ആ ഫ്രീക്വൻസി നമ്മുടെ പ്രപഞ്ചവുമായിട്ട് എത്തി നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നും സോ നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന ഫ്രീക്വൻസി എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും രാവിലെ ഉറങ്ങി നീക്കുന്ന സമയത്ത് തന്നെ, നിങ്ങൾ ഉറങ്ങി നീക്കുന്ന സമയം മുതൽ നന്ദിയോടുകൂടി ഇരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദിവസത്തെ തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന് ഹാപ്പിനെസ് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ വേണ്ടതാണ് നമ്മുടെ ആരോഗ്യം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ നമുക്കറിയാം, ഭയങ്കര മഞ്ഞ് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ്. ചില ആളുകൾ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ മഞ്ഞിൽ കൂടെ അങ്ങനെ നടക്കുക എന്നുള്ളതല്ല, ചില ആൾക്കാർ ഒത്തുപോവില്ല. നമ്മൾ ക്യാപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ അത് വെച്ചിട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ നമ്മൾ തട്ടൊക്കെ ഇടുന്ന ആളുകളുണ്ടല്ലേ, അപ്പൊ അവർക്കൊക്കെ അതൊരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ആരോഗ്യം നോക്കുക, നമ്മുടെ മനസ്സിനെ നോക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും നോക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തെ കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുക. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സും തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും. അത് നമ്മളിലേക്ക് തന്നെ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ളതാണ്. ആൻഡ് നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഒരു 24 hours ഉള്ളിൽ, അത് പ്രശ്നങ്ങളാണെങ്കിൽ കേട്ടോ, സന്തോഷമാണെങ്കിൽ അത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നല്ല ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു, അതിൽ ആ ഒരു ഹാങ് ഓവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഇല്ലേ? ഇഷ്ടപ്പെടുന്നവരുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എനിക്കറിയാം, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹാർട്ട് ഇടുക. ഓക്കെ, ഹാർട്ടിന്റെ ഇമോജി ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു പോസിറ്റീവ് ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവർ സഹായിക്കും, അങ്ങനെയല്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ, അതായത് ഇപ്പൊ തന്നെ നമ്മളെ 3:45 കഴിഞ്ഞു അല്ലെ, 1 മണിക്കൂർ സെഷനിൽ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുക. അങ്ങനെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു കോഴ്സ് കൂടി ഉണ്ട്, നമ്മൾ 15 ദിവസത്തെയാണ്. ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഞാൻ ഇന്നിപ്പോ ഗ്രൂപ്പിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഒന്നുകൂടെ ഷെയർ ചെയ്യാണ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മാനിഫെസ്റ്റേഷന്റെ ഒരു കോഴ്സ് 15 ഡേയ്സിലാണ് 15 ഡേയ്സ് ആണ് നമ്മുടെ കോഴ്സ് ഉണ്ടായിരിക്കുക. 15 ഡേയ്സിൽ 5 ഡേയ്സ് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും. മീൻസ് വിത്ത് ലൈവില് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കുകയായിരിക്കും.
അതിനുശേഷം ബാക്കിയുള്ള 5 ഡേയ്സിൽ നമുക്ക് ലൈവ് പ്ലസ് പ്രാക്ടിക്കൽ സെഷൻ ആണ്. ബാക്കിയുള്ള 10 ഡേയ്സ് നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും. അത് നമുക്ക് എവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ത്രൂ ആയിരിക്കും. ഗൂഗിൾ മീറ്റ് പ്ലസ് വാട്സപ്പ്. അപ്പൊ നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ കോഴ്സ് 15 ദിവസത്തെ കോഴ്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കോഴ്സിന് വരുന്നത് 2999 രൂപയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 15 ഡേയ്സ് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫിനെ അലൈൻ ചെയ്ത് വൈബ്രേഷൻ ഒക്കെ കറക്റ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ടൂൾസും, ഈ ഒരു 4-5 ടൂൾസ് അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കറക്റ്റായി വിത്ത് പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആൻഡ് ഇന്ന് നമ്മളുടെ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും, എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അത്രയും പേർക്കുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സ്പെഷ്യൽ ഓഫർ ഈ 2999 എന്നുള്ളത് ജസ്റ്റ് 1000 rupees ആണ്. ഓക്കെ, അപ്പോൾ 25th ഈ വരുന്ന 25-ാം തീയതിയാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങാനും ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റില്ല ലൈവിൽ എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. റെക്കോർഡ് സെഷൻസ് കണ്ടിട്ട് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നമുക്കത് വാട്സപ്പ് ത്രൂ അയച്ചു തരിക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിൽ 2026 നിങ്ങൾ വേണം എങ്ങനെ വേണം നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അത് നേടിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 5 ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എന്ത് നിങ്ങൾക്ക് വേണമോ അതിനെ നിങ്ങൾ ആസ്ക് ചെയ്യുക. നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ യൂണിവേഴ്സിനോട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ആസ്ക് ചെയ്യുക, ചോദിക്കുക. ആ ആസ്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ അത്രയും നന്നായിട്ട് ബിലീവ് ചെയ്യുക. എനിക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും, ഞാൻ അതിന് അർഹനാണ് എന്നുള്ളത്. ആൻഡ് നിങ്ങളത് നേടിയെടുക്കുക, റിസീവ് ചെയ്യുക. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ഓക്കെ, അപ്പോ അത് ഓരോ ആളുകളുടെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ ചോദിക്കുകയാണ് വേണ്ടത്, നമ്മൾ കെഞ്ചല്ല വേണ്ടത്, നമ്മൾ ചോദിക്കുകയാണ് വേണ്ടത്. എനിക്കത് വേണം, എനിക്ക് ഇന്ന കാര്യം നേടിയെടുക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ജനുവരിയിൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിക്കുക. ആ ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിലേക്ക് എത്താനുള്ള ആക്ഷൻ എടുക്കണം. ബിലീവ് ചെയ്യണം, നന്നായിട്ട് ബിലീവ് ചെയ്യണം. ആ ബിലീവ് ചെയ്ത് നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് റിസീവ് ചെയ്യും, നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ഒരുപാട് സക്സസസ് ഉണ്ടാവട്ടെ. നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും 25-ാം തീയതി ഉള്ള നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെഷനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? താങ്ക് യു സോ മച്ച് ഡിയർ. സൗമ്യ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറെ നേരമായി ടച്ച് ചെയ്യണം, ഫോണിന്റെ ചെറിയൊരു കംപ്ലൈന്റ്, അതുകൊണ്ട് മാത്രം നിങ്ങളാണ് ഡൗട്ട്. ഒരു ഭയങ്കര ഫീലായിരുന്നു ശേഷം ഞാൻ അപ്പം മുതൽ ടച്ച് ചെയ്യുന്നതാണ്, സംസാരിക്കാനേ പറ്റിയില്ല. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഈ 2999 ഒക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ, ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ 1000 എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്പാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്. 15 ഡേയ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും വിശ്വസിച്ച് പൂർണ്ണമായും ചെയ്യാൻ നേടിയെടുക്കാൻ വേണ്ടി പറ്റും, ഉറപ്പാണ്, ഡാം ഷുവർ ആണ്. ഓക്കെ, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അത് ചിലപ്പോ നമുക്ക് 1 വർഷമോ ഒന്നും വേണ്ടി വരില്ല, ജസ്റ്റ് നമ്മൾ വിചാരിക്കാത്ത സമയത്തിനുള്ളിൽ നമ്മളിലേക്ക് എത്തും. നമ്മുടെ രാധിക ചേച്ചിയുടെ കാര്യമൊക്കെ കണ്ടില്ലേ, രാധിക ചേച്ചിയൊക്കെ ജസ്റ്റ് നമ്മുടെ ആ കോഴ്സ് കംപ്ലീറ്റ് പോലും ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്ര പെട്ടെന്നാണ് അവർ ആ ജോബിലേക്ക് 1 രൂപ പോലും കിട്ടാത്ത ആ ഒരു ജോബിന്റെ ഇതിൽ നിന്ന്, അത് വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാഷ് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ആള് 30,000 അങ്ങനത്തെ ആ ഒരു റേഞ്ചിലേക്ക് എത്തി. ഒരുപാട് റെക്കഗ്നേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും കാലം കിട്ടാത്ത കാര്യം എങ്ങനെ അവർക്ക് കിട്ടി? മനസ്സിലാവുണ്ടോ? ആ മാനിഫെസ്റ്റേഷന്റെ പവർ തന്നെയാണത്. ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പത്തെ കാര്യം മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, നമ്മളൊന്ന് ചിന്തിച്ചറിയാം അല്ലെ. ഒരുപാട് വ്യക്തികൾ, ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ അവർ ഓരോരുത്തരും ഈ ഒരു ലെവലിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അവർക്കൊക്കെ 25,000 30,000 എന്നൊക്കെ പറഞ്ഞ് എമൗണ്ട് കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കും. നമ്മളിവരുടെ വ്യക്തികൾക്കായിരിക്കാം ഇത്രയും തോന്നെ എമൗണ്ട് ഒന്നും, നമ്മൾ ഉൾപ്പെടെ ഇപ്പോഴാണ് ഞാനും ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
സ്റ്റെബിലിറ്റി നിങ്ങൾക്കും ഉണ്ടാവും, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. മണി എന്ന് പറയുന്നത് റൊട്ടേഷൻ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഒരാളിലും അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും എത്തും. നിങ്ങൾക്കും തന്നെ നമ്മുടെ മണി ബ്ലോക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരിക്കും. 15 ഡേയ്സിലുള്ള നമ്മുടെ കോഴ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ സെഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്ററിലുള്ള നമ്പറിൽ അല്ലെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെസ്സേജ് ബോക്സിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല. ഓക്കെ, മാം ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് വിഷ് എഴുതേണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഒരു നമ്മള് ഒരു നമ്മളൊരു വിഷ് എഴുതണല്ലോ. ഞാനെന്റെ വിഷ് എഴുതി, പിന്നെ നമ്മള് അതിനെന്താ വേണ്ടെന്നുള്ള കാര്യങ്ങള് നമ്മളത് എഴുതണമല്ലോ അല്ലെ? എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്നുള്ളത്. അതാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞിട്ടാണ് 5 റൂൾസ് പറഞ്ഞത്. ആ സമയത്തേക്ക് ഞാൻ വീട്ടിൽ ജോയിൻ ചെയ്തത്. ആ കുറച്ച് സമയത്ത് എനിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഞാനൊന്നും കൂടെ അത് ഷെയർ ചെയ്യാം, പേഴ്സണലി ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഡിയർ, സോ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ശുഭരാത്രി. നന്നായി ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സോ നമുക്ക് നമ്മുടെ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് അനില. എൻ്റെ പേര് ജിഷ. ഞാൻ ആദ്യമായി തന്നെ ഇങ്ങനൊരു ഗ്രൂപ്പ് തുടങ്ങിയതിൽ അനിലോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്നലത്തെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റി. സത്യം പറയാലോ, എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു വാക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അങ്ങനത്തെ ഒരു ആ വാക്കിനെ കുറിച്ച് എന്താണ്, ആ വാക്ക് എന്താണ്, അതിനെ കുറിച്ചിട്ട് നമ്മളൊരു ആഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ അത് നടക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നമുക്ക് ഒരുപാട് ഒരാഗ്രഹം ഉണ്ട്, നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ അത് കുറേ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് ആ ആഗ്രഹം നടന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു നോക്കണം, സങ്കല്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളത് അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പം നല്ലൊരു ബ്രീത്തിങ് ഒരു കുറച്ച് നേരം ബ്രീത്തിങ് സെക്ഷൻ കാണിച്ചു. ഞാൻ ബ്രീത്ത് ചെയ്യാറുണ്ട്, പകലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ നമുക്ക് അപ്പം തന്നെ പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ റെസിസ്റ്റൻസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും എപ്പോഴും ഞാൻ മക്കളോട് പറയാറുണ്ട്, ഇങ്ങനെ കഴിഞ്ഞു പോയ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ചിന്തിക്കരുത്. ഒരു എക്സാമിന് പങ്കെടുത്താലും മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ചിന്തിക്കുക, ഇനി വരുന്ന എക്സാം അങ്ങനെയൊക്കെയാണ് പഠിക്കാനാണ് ഞാൻ എപ്പോഴും ചെറുപ്പം മുതലേ മക്കളോടൊക്കെ പറയാറുള്ളത്. അങ്ങനെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കണം എന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കും. എന്തായാലും ഇങ്ങനെ നെക്സ്റ്റ് 15th ഡേയിലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു അനില. ഹായ്, ഞാൻ രാഗി. ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയ അന്ന് മുതലുണ്ട്. ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് നാൾ കാലുവേദന അനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. മരുന്നുകൾ കുറേ ചെയ്തു എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഡെയിലി അഫർമേഷൻ ചെയ്യണത് കൊണ്ട് എനിക്ക് കാലുവേദന പൂർണ്ണമായും മാറി. ഇത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിലുള്ള പലർക്കും അറിയാം. എന്നാലും പുതിയതായി ജോയിൻ ചെയ്തവരോടാണ് ഞാൻ പറയണത്. അപ്പോഴാണ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് അറിയണത്. അതെന്താണ് എങ്ങനെയാണ് എന്ന് അനില നമുക്ക് ക്ലിയറായി പറഞ്ഞു തരുന്നുമുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന വേർഡ് എന്താണെന്നും എങ്ങനെ അത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു അനില, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന്, യൂണിവേഴ്സിൻ്റെ അടുക്കലേക്ക് എത്തിച്ചതിന്.
ഇനി എല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടട്ടെ എന്നും നല്ലൊരു മൈൻഡ് സെറ്റ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വരെയുള്ള അറിവുകളിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ഇനി വരുന്ന 15 ദിവസത്തെ ക്ലാസ് ഒരുപാട് അറിവുകളിൽ, യാഥാർത്ഥ്യങ്ങളിൽ മനസ്സ് നിറയുമെന്നും പിന്നെ മൈൻഡ് സെറ്റാവുന്നൊക്കെ ഉറപ്പായി വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും അത് അനുഭവിച്ചറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് നയന. ഞാൻ ഇന്നത്തെ സെഷനിലുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ മാമിനോട് താങ്ക്സ് പറയാണ്. ഇങ്ങനെ ഒരു ഫ്രീ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു അവസരം തന്നതിന് ആദ്യം താങ്ക്സ് പറയാണ്. കാരണം ഒരുപാട് നാളുകളായി മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റെസിസ്റ്റൻറ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഒരു കാര്യം, അത് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഇമോഷൻസ് വരുമല്ലോ, തടസ്സങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ നമ്മളത് അവിടെ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ അതിനെ ആ ഒരു 124 hours തന്നെ നമ്മളതിനെ ടെക്നിക്കിലൂടെ പുറത്തേക്ക് വരാമെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമുക്കറിയാത്തൊരു കാര്യമായിരുന്നത്. പിന്നെ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. എല്ലാ വർഷവും ഞാൻ ഓരോ റെസൊല്യൂഷൻസ് എനിക്ക് ഉണ്ടാവും, ബക്ക് ലിസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് എനിക്ക് ഈ വർഷം എന്തായാലും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും മാമിൻ്റെ തുടർന്നുള്ള 15 days ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഒത്തിരി സെലിബ്രിറ്റീസ് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നുള്ളത്. പക്ഷെ അവർക്ക് മാനിഫെസ്റ്റേഷനിലാണെന്നുള്ളത് ചിലരൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഇത്രയും അവർക്ക് ഒരു മെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളതും അറിയാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അവസരം തരാനും അതിലേക്ക് നമ്മൾ ലീഡ് ചെയ്യാനും മാമിനെ പോലുള്ളൊരു മെൻറ്ററിൻ്റെ കൂടെ ഈ വർഷം എനിക്ക് ഇപ്പോഴേ തന്നെ, അല്ലെങ്കിൽ ഈ വർഷത്തിൽ ലാസ്റ്റ് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. നെക്സ്റ്റ് 15 days മാമിൻ്റെ ക്ലാസ്സിൽ എന്തായാലും ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു മാം. ഇങ്ങനെ ഒരു സെഷനിലാണ് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു അനില. പിന്നെ പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. 8:50 ആയപ്പോഴത്തേക്ക് എൻ്റെ നെറ്റ് തീർന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് മാനിഫെസ്റ്റേഷൻ അത് ചെയ്യാൻ പറ്റി. മാനിഫെസ്റ്റേഷനെ പറ്റി എന്താണെന്നൊക്കെ അറിയാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അനിലെ പരിചയപ്പെട്ടത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെ എനിക്ക്. എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. അനിലയുടെ സെഷന് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇരുന്ന ആളാണ് ഞാൻ. മാഷാല്ലാ, അടിപൊളി സെഷനാണ്. ഒരു കുറ്റവും കുറവും പറയാനില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോസിറ്റീവാണ്. ഒരു നെഗറ്റീവ് പറയണമെങ്കിൽ ആളുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും പറഞ്ഞു തന്ന പോയിന്റ്സ് ആണെങ്കിലും ഒന്നും നമുക്ക് അത്രയും യൂസ് ആവുന്ന രീതിയിലുള്ള പവറായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ അഫർമേഷനൊക്കെ എന്താണെന്നുള്ളത് അറിയുന്നവർക്കാണെങ്കിലും അറിയാത്തവർക്കാണെങ്കിലും അത്രയും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലും അത്രയും ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞു തന്നത്. അതേപോലെ എല്ലാ കാര്യം, ആ മെഡിറ്റേഷൻ ആണെങ്കിലും ആ ഒരു മെഡിറ്റേഷനിൽ ആ ഒരു മ്യൂസിക്കൊക്കെ വെച്ച് കറക്റ്റ് നമുക്ക് ആ ഒരു സംഭവമൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തെടുത്തപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയ ആ ഒരു പ്രതിനിധിയേനു. കാരണം ആ ഒരു ഹാങ് ഓവറിന് പുറത്തു വരാൻ ഞാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഏതായാലും അടിപൊളി സെഷനാണ്. കൺഗ്രാറ്റുലേഷൻസ് ഡിയർ. അപ്പോൾ എല്ലാവരുടെ ഫീഡ്ബാക്സിനും ഒത്തിരി നന്ദി. ഭയങ്കര ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്. 15 days വർക്ക്ഷോപ്പിൽ